ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ലൈഫിലുണ്ടല്ലോ ഒരു വലിയ പ്രശ്നമുണ്ടായിട്ട് നിങ്ങളുടെ എല്ലാ പ്രതീക്ഷയും നഷ്ടമായിട്ടും നിങ്ങൾ അതിനെ ഓവർകം ചെയ്ത് തിരിച്ചു വന്നിട്ടുണ്ടോ? എങ്കിൽ അത്തരത്തിലൊരു കഥയാണ് നമ്മളുടെ ഒരു സിനിമ. ഭാര്യയെ കൊന്ന കുറ്റത്തിന് ജയിലിൽ അകപ്പെട്ടു പോയ ഒരു ബാങ്കറുടെ കഥ. പുറത്ത് ഒരു നല്ല ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഒരു വലിയ ജയിലിലെത്തപ്പെടുകയാണ്. ഒരുപാട് നിയമങ്ങളും ക്രൂരതകളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ ജയിലിന്റെ ഇരുണ്ട മതിലുകൾക്കുള്ളിൽ അയാൾ തികച്ചും വീർപ്പ് മുട്ടിക്കഴിയുന്നു. മറ്റ് ആളുകളിൽ നിന്ന് വ്യത്യസ്തനാണ് നമ്മുടെ ഒരു നായകൻ. ആരോടും സംസാരമില്ല, കളിയോ ചിരിയോ ഒന്നുമില്ലാതെ സ്വന്തമായിട്ട് തന്നെ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേന് അയാൾ അവിടെ വെച്ച് റെഡ് എന്നൊരു സുഹൃത്തിനെ പരിചയപ്പെടുന്നു. അയാളിലൂടെ ആ ഒരു അന്തരീക്ഷവുമായിട്ട് അയാൾ പൊരുത്തപ്പെടുകയാണ്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പ്രതീക്ഷയുടെ ഒരു തിരുനാളം അയാൾ തെളിയുകയാണ്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും അയാളുടെ മുഖത്തെ ആ ഒരു ഭയമെല്ലാം മാറി ഒരു പുതിയ നിശ്ചയദാർഢ്യം ഉടലെടുക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോഴുണ്ടല്ലോ, നമ്മൾ എത്ര വലിയ പ്രശ്നത്തിലാണ് നിൽക്കുന്നതെങ്കിലും വീണ്ടും അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു എനർജി നമുക്ക് വൈബ്രേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഈ ഒരു സിനിമയുടെ പേരാണ് ദ ഷോഷാങ്ക് റിഡംഷൻ. ആമസോൺ പ്രൈം വീഡിയോസിലുണ്ട്. കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇതേപോലെയുള്ള സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള അണ്ടർ റേറ്റഡ് ആയിട്ടൊക്കെയുള്ള മൂവീസിനെ പറ്റിയിട്ട് അറിയുവാനായിട്ട് നമ്മളുടെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.